അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു ഈവനിങ് സ്നാക്കുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. നല്ല അടിപൊളിയാണ് കേട്ടോ കഴിക്കാനായിട്ട്. എന്തായാലും എല്ലാവരും മസ്റ്റ് ട്രൈ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ചിക്കന് ചെറുതായി കട്ട് ചെയ്തിട്ട് അതിലോട്ട് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മാഗ്നേറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ആ സെയിം പാനിലോട്ട് തന്നെ ഞാൻ ഓയിൽ ഒഴിക്കണമെങ്കിൽ ഓയിൽ ഒഴിക്കാട്ടോ. ഇന്ത്യയിൽ അതിൽ ഓയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ അത് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതിലോട്ട് ഒരു ഉള്ളിയും പിന്നെ ഒരു മുളകും പിന്നെ വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിലോട്ട് ഉപ്പും കൂടെ ഇട്ടതിന് ശേഷം അതൊന്ന് റെഡിയായി വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലോട്ട് തക്കാളി ഇട്ട് കൊടുക്കുക. പിന്നെ മസാലകളും പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ഉണ്ടല്ലോ അതൊന്ന് ചെറിയ പീസാക്കി എടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്ക് അതിലോട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ടൊമാറ്റോ സോസും സോയ സോസൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് കിട്ടും കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ബൗളിലോട്ട് നമുക്ക് ഒരു മുട്ട എടുക്കാം കേട്ടോ. അതിലോട്ട് കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് പാലും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് അങ്ങ് മാറ്റി വെക്കാം കേട്ടോ. പിന്നെ ഇനി നമുക്ക് വേറൊരു മിക്സ് ഉണ്ടാക്കണം. അതിനായിട്ട് ഞാൻ ജാറെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗ് ഉണ്ടല്ലോ അതിനൊരു പകുതി ഇട്ടിട്ടുണ്ട്. പിന്നെ മിൽക്കും പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പും കുരുമുളകും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് മൈദ ഇട്ടിട്ട് നല്ലോണം ഒരു ദോശൻ്റെ ബാറ്റർ ഉണ്ടല്ലോ അതിൻ്റെ ഒക്കെ ഒരളവിലൊന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് പാനിൽ ചുറ്റിച്ചെടുത്തതിന് ശേഷം നമുക്കതിൻ്റെ ഒരു സൈഡിലായിട്ട് നമ്മൾ മസാല ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് അതൊന്ന് റെഡിയായി വരുന്ന സമയത്ത് തന്നെ അതൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒന്ന് ഫോൾഡ് ചെയ്തതിന് ശേഷം നമുക്ക് അതിൻ്റെ മുകളിൽ നമ്മളെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന എഗ്ഗിൻ്റെ ഇതുണ്ടല്ലോ അതൊന്ന് സൈഡിലും മുകളിലൊക്കെ ഒന്നായിട്ട് ഒന്ന് പരട്ടി കൊടുക്കാം കേട്ടോ. എന്നിട്ട് അപ്പുറത്തെ സൈഡിൽ നമ്മൾ വീണ്ടും ആ ഒരു ബാറ്റർ വെച്ചതിന് ശേഷം അതിൽ വീണ്ടും നമ്മൾ മസാല വെച്ചിട്ട് ഒന്നും കൂടെ ഫോൾഡ് ചെയ്തെടുക്കാം. അങ്ങനെ ചെയ്ത് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ലെയർ ആയിട്ടുള്ളൊരു അടിപൊളി സ്നാക്കാനായിട്ട് കിട്ടുക. അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കിയെടുക്കാനും വളരെ സിമ്പിൾ തന്നെയാണല്ലേ. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ചട്ടിപ്പത്തിരിയൊക്കെ ഇല്ലേ അതിൻ്റെയൊക്കെ ഒരു വേറെ വേർഷൻ തന്നെയാണ് കേട്ടോ ഇത്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അതുപോലെ അതിൻ്റെ അത്ര പണിയെടുക്കണ്ടെന്ന് തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളട്ടോ. നല്ല അടിപൊളി റെസിപ്പി തന്നെയാണ് കേട്ടോ. ഉണ്ടാക്കാനായിട്ട് അധികം പണിയൊന്നുമില്ലല്ലോ. പിന്നെ നമ്മളെടുത്ത് എല്ലായിടത്തും ഉണ്ടാക്കുന്ന റെസിപ്പീസ് തന്നെയല്ലേ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ആക്കിക്കോളി. നല്ല രസമുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി തന്നെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടിക്കോളൂ കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്തിട്ട് നിങ്ങളെ പ്രിയപ്പെട്ടവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ കൊടുത്തോളൂ കേട്ടോ. അവരും കൂടെ ഉണ്ടാക്കട്ടെ ഇത്രയും സിമ്പിളായിട്ടുള്ള റെസിപ്പീസൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.